ഇന്ത്യൻ ക്രിക്കറ്റിന്മേൽ ഒരു കരിനിഴൽ വീഴ്ത്തുന്നതാണ് മുൻ പാകിസ്ഥാൻ താരം തൻവീർ അഹമ്മദിന്റെ ഈ ആരോപണങ്ങൾ. കനത്ത പോരാട്ടത്തിനൊടുവിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി സൂര്യകുമാർ യാദവ് സംഘവും ഏഷ്യാകപ്പ് കിരീടം ഉയർത്തിയതിന് പിന്നാലെയാണ് വിജയം അവിശ്വസനീയമായ ഒത്തുകളിയിലൂടെ ആയിരുന്നു എന്ന വാദം ഉയർന്നു വന്നത്. ടൂർണമെന്റിൽ പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ ഹാട്രിക് വിജയമായിരുന്നു ഇത്. തൻവീർ അഹമ്മദ് തന്റെ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നിലെ പ്രധാന കാരണം താൻ കണ്ടുവെന്ന് അവകാശപ്പെടുന്ന ചില അസ്വാഭാവിക സംഭവങ്ങളും അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ നിലവിൽ BCCIക്ക് ഉള്ള അമിതമായ സ്വാധീനവുമാണ്. തൻവീർ അഹമ്മദിന്റെ ഒത്തുകളി ആരോപണങ്ങളുടെ കേന്ദ്രബിന്ദു ഫൈനൽ മത്സരത്തിലെ ടോസാണ്. പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ അലി അഗയെ മാച്ച് റഫറിയായി റിച്ചി റിച്ചാർഡ്സൺ സമ്മർദ്ദമായി കബളിപ്പിച്ചുവെന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. ടോക്ക് സ്പോർട്സിലൂടെ പങ്കുവച്ച വീഡിയോയിൽ അദ്ദേഹം ടോസ് സമയത്തെ ഓരോ നിമിഷവും വിശദമായി നിരീക്ഷിച്ചു. ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് കോയിൻ മുകളിലേക്ക് എറിഞ്ഞ് നിലത്ത് വീണയുടൻ റഫറി കോയിന്റെ അടുത്തേക്ക് നീങ്ങിയെങ്കിലും അദ്ദേഹം കോയിൻ ശരിക്കൊന്ന് നോക്കുക പോലും ചെയ്യാതെ തിടുക്കം കാണിച്ചു. സാധാരണഗതിയിൽ ടോസ് വിജയിച്ച ക്യാപ്റ്റൻ ഔദ്യോഗികമായി വിജയം സ്ഥിരീകരിച്ച ശേഷമാണ് മുന്നോട്ട് വരിക. എന്നാൽ റിച്ചാർഡ്സൺ കോയിൻ എടുക്കും മുമ്പേ സൂര്യകുമാർ യാദവ് മുന്നോട്ട് വന്ന് കുനിയുകയും ബൗളിംഗ് തിരഞ്ഞെടുക്കുകയാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒരു ക്യാപ്റ്റൻ ഈ തരത്തിൽ അമിതമായി തിടുക്കം കാട്ടുന്നത് അസ്വാഭാവികമാണെന്ന് തൻവീർ ചൂണ്ടിക്കാട്ടുന്നു. ടോസിന് ശേഷം കോയിൻ നിലത്ത് വീണ ഭാഗം ഹെഡ്സ് ആണോ ടെയിൽസ് ആണോ എന്ന് ക്യാമറകൾ വ്യക്തമായി കാണിച്ചില്ല എന്നതും തൻവീർ ആരോപിക്കുന്നുണ്ട്. ടോസിലെ വിജയം സ്ഥാപിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ക്യാമറ ദൃശ്യങ്ങൾ. ഇത് മനഃപൂർവ്വം ഒഴിവാക്കിയതാകാമെന്നും അദ്ദേഹം സംശയം പ്രകടിപ്പിക്കുന്നു. ഫൈനൽ സമാപിച്ചതിന് തൊട്ട് പിന്നാലെ മാച്ച് റഫറി റിച്ചി റിച്ചാർഡ്സൺ സ്റ്റേഡിയം വിട്ടുപോയത് അദ്ദേഹത്തിന് ഒത്തുകളിൽ പങ്കുണ്ടെന്ന സംശയം ബലപ്പെടുത്തുന്നുവെന്നും തൻവീർ അഹമ്മദ് വാദിക്കുന്നു. ടോസിലെ ചെറിയ കൃത്രിമം വഴി മത്സരം ആദ്യം തന്നെ ഇന്ത്യക്ക് അനുകൂലമാക്കാൻ ശ്രമം നടന്നുവെന്നാണ് തൻവീർ പറയാതെ പറയുന്നത്. തൻവീർ അഹമ്മദിന്റെ ആരോപണങ്ങൾ കേവലം ടോസിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡായ BCCIയുടെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് ഭരണത്തിലെ അമിതമായ സ്വാധീനത്തിലേക്കാണ് അദ്ദേഹം വിരൽ ചൂണ്ടുന്നത്. ഈ സ്വാധീനമാണ് ഒത്തുകളി പോലുള്ള കാര്യങ്ങൾ സാധ്യമാക്കുന്നതെന്നും അദ്ദേഹം ആരോപിക്കുന്നു. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ എല്ലാ നിയമങ്ങളും ഇപ്പോൾ BCCIയുടെ നിയന്ത്രണത്തിലാണെന്ന് തൻവീർ ആരോപിക്കുന്നുമുണ്ട്. ലോക ക്രിക്കറ്റിൽ ഇന്ത്യക്ക് ലഭിക്കുന്ന സാമ്പത്തിക മേൽക്കോയ്മയാണ് ഈ രാഷ്ട്രീയ സ്വാധീനത്തിന് കാരണമെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ICC ചെയർമാൻ ജയ്ഷയെയും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു. BCCI എന്ത് ചെയ്യാൻ ആഗ്രഹിച്ചാലും അത് ജയ്ഷ വഴി നടപ്പിലാക്കുന്നു. ഇത് ICCയുടെ സ്വയംഭരണാധികാരത്തെ ചോദ്യം ചെയ്തു. BCCIക്ക് എല്ലാവരെയും വാങ്ങാൻ സാധിക്കും, കാരണം ഒരുപാട് പണമുണ്ടെന്നും തൻവീർ പറയുന്നുണ്ട്. അമ്പയർമാർ, ക്രിക്കറ്റർമാർ, ക്രിക്കറ്റ് ബോർഡുകൾ തുടങ്ങിയ എല്ലാത്തിനെയും BCCI പണം കൊണ്ട് വരുതിയിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ ആഗ്രഹങ്ങൾ നടപ്പാക്കാൻ BCCI ബന്ധപ്പെട്ടവരെ വിലയ്ക്ക് വാങ്ങിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിക്കുന്നു. തൻവീർ അഹമ്മദിന്റെ ആരോപണങ്ങൾ ലോക ക്രിക്കറ്റിൽ പണത്തിന്റെ ശക്തിയും രാഷ്ട്രീയ ഇടപെടലും വർദ്ധിച്ചു വരുന്നു എന്നതിലേക്കുള്ള സൂചനകളാണ്. ക്രിക്കറ്റിനെ നശിപ്പിക്കുകയാണെന്നും മുഴുവൻ രാഷ്ട്രീയത്തെയും ക്രിക്കറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണെന്നുമുള്ള അദ്ദേഹത്തിന്റെ വിമർശനം ഇന്ത്യയുടെ സാമ്പത്തിക മേൽക്കോയ്മയിൽ അസ്വസ്ഥരായ രാജ്യങ്ങളുടെ പൊതുവികാരത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. തൻവീർ അഹമ്മദ് ഉന്നയിച്ച ആരോപണങ്ങൾ തീർച്ചയായും വലിയ നിയമപരമായ വെല്ലുവിളികൾ ഉയർത്തുന്നുമുണ്ട്. ഒത്തുകളി പോലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ തെളിയിക്കണമെങ്കിൽ ശക്തമായി നിഷേധിക്കാനാവാത്ത തെളിവുകളും ആവശ്യമാണ്. ടോസിലെ അസ്വാഭാവികമായ പെരുമാറ്റങ്ങൾ മാത്രം ഉപയോഗിച്ച് ഒത്തുകളി സ്ഥാപിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യം നിയമപരമായി നിലനിൽക്കുന്നു. വീഡിയോ ദൃശ്യങ്ങൾ അപഗ്രഥിച്ച് റിച്ചി റിച്ചാർഡ്സൺ മനഃപൂർവ്വം കോയിൻ പ്രദർശിപ്പിച്ചില്ല എന്ന് തെളിയിക്കേണ്ടതുണ്ട്. ക്രിക്കറ്റിന്റെ വിശ്വസ്തതയിൽ ഈ ആരോപണങ്ങൾ വലിയ മങ്ങലേൽപ്പിക്കും. ഇന്ത്യ പാകിസ്ഥാൻ പോലുള്ള ഹൈ പ്രൊഫൈൽ മത്സരങ്ങളിൽ ഇത്തരം സംശയങ്ങൾ ഉയരുന്നത് കായിക സ്പിരിറ്റിനെ തന്നെ ചോദ്യം ചെയ്യുന്നു. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലോ BCCIയോ ഈ ആരോപണങ്ങളോട് ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ആരോപണങ്ങൾ നിഷേധിക്കാനോ ടോസ് സംബന്ധിച്ച വീഡിയോ ദൃശ്യങ്ങളുടെ കൂടുതൽ വ്യക്തത നൽകാനോ അവർ തയ്യാറാകാത്തത് സംശയങ്ങൾക്ക് കൂടുതൽ ഇടം നൽകുന്നു. തൻവീർ അഹമ്മദിന്റെ ഈ പ്രസ്താവനകൾ പാകിസ്ഥാനിലെ ഒരു വിഭാഗം ആരാധകരുടെ നിരാശയുടെയും BCCIയുടെ സ്വാധീനത്തോടുള്ള അസഹിഷ്ണുതയുടെയും പ്രതിഫലനമായി വിലയിരുത്താവുന്നതുമാണ്. എന്നാൽ ക്രിക്കറ്റിൽ സുതാര്യത ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കും ഈ ആരോപണങ്ങൾ വിരൽ ചൂണ്ടുന്നു. അന്താരാഷ്ട്ര ക്രിക്കറ്റ് ബോർഡുകൾ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകൾ ഇനി നിർണായകമാകും.